കേരളത്തിലേക്കുള്ള തന്റെ വരവ് ചിലരുടെ ഉറക്കം കെടുത്തുന്നതായി അബ്ദുൽ നാസർ മഅദനി. ഇവരാണ് തന്റെ സ്വാതന്ത്ര്യം തടയാൻ ശ്രമിക്കുന്നതെന്ന് അൻവാർശേരിയിൽ നടത്തിയ പ്രത്യേക പ്രാർത്ഥനയിൽ മഅദനി പറഞ്ഞു. അവസാന നിദ്ര അൻവാർശേരിയുടെ മണ്ണിലായിരിക്കണമെന്നാണ് ആഗ്രഹമെന്നും അതിനായി ഭരണകൂടത്തോട് അപേക്ഷിക്കുകയാണെന്നും മഅദനി പറഞ്ഞു. ശ്യാമാർ ബാബുണ്ട് വിശദാംശങ്ങളുമായി. ശ്യാം, വികാരനിർഭരമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. എന്താണ് മഅദനി പ്രധാനമായും പറഞ്ഞത്? നിതിൻ, അൻവർ മൈനാഗപ്പള്ളിയിലെ വസതിയിലെത്തി മാതാപിതാക്കളെ സന്ദർശിച്ച ശേഷം രാത്രി 10:30 കൂടിയാണ് അബ്ദുൽ നാസർ മഅദനി അൻവാർശേരിയിലേക്ക് എത്തിയത്. ദഫ്മുട്ടോടെയാണ് ഇവിടുത്തെ കുട്ടികൾ, അന്തേവാസികളായ കുട്ടികൾ അദ്ദേഹത്തെ സ്വീകരിച്ചത്. തുടർന്ന് കുട്ടികൾക്കൊപ്പം അദ്ദേഹം പ്രത്യേക പ്രാർത്ഥനയിൽ പങ്കെടുത്തു. ഈ പ്രാർത്ഥനയ്ക്കിടെയാണ് കഴിഞ്ഞ ഏതാണ്ട് 25 വർഷത്തിലധികമായി അദ്ദേഹം അനുഭവിക്കുന്ന പീഡനങ്ങൾ അദ്ദേഹം തുറന്നു പറഞ്ഞത്. ഏതാണ്ട് 1/4 നൂറ്റാണ്ട് മുമ്പ് ഈ അൻവാർശേരിയുടെ മുന്നിൽ വെച്ച് ഓഗസ്റ്റ് 6-ാം തീയതിയാണ് അബ്ദുൽ നാസർ മഅദനിക്ക് നേരെ ബോംബാക്രമണം ഉണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ കാല് നഷ്ടപ്പെടുന്നതും ഈ അൻവാർശേരിയുടെ മുന്നിൽ വെച്ചാണ്. അതേ ദിവസം തന്നെ അദ്ദേഹത്തിന് ഇവിടുത്തെ കുട്ടികളെയും അതുപോലെ തന്നെ ഇവിടെ കൂടിയ നാട്ടുകാരെയും അഭിസംബോധന ചെയ്യാനും സംസാരിക്കുവാനും സാധിച്ചു എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. കഴിഞ്ഞ 25 വർഷമായി അദ്ദേഹം അനുഭവിക്കുന്ന പീഡന കഥകളാണ് ഏറ്റവും പ്രധാനമായും ബുദ്ധിമുട്ടുകൾ തന്നെയാണ് അൻവാർശേരിയിൽ നടത്തിയ പ്രാർത്ഥനയിൽ അദ്ദേഹം പ്രധാനമായും പറഞ്ഞത്. ആ വാക്കുകൾ കേൾക്കാം. കേരളത്തിലെ മുഴുവൻ സഹോദരങ്ങളുടെയും പ്രാർത്ഥനയും ജാതിമത ഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും പിന്തുണയും എനിക്ക് കിട്ടി. ഞാൻ വരുന്നില്ല എന്നൊരു തീരുമാനം ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ എനിക്കത് കഴിയും, ഒരുപക്ഷെ അങ്ങനെ സഹായിക്കാൻ ആളുണ്ടാവും. പക്ഷേ ഈ രാജ്യത്തിന്റെ നാനാഭാഗത്തും നിസ്സഹായരായ നിരവധി വിചാരണ തടവുകാർ കാരാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട്. ശ്യാമാർ ബാബു തുടരുന്നുണ്ട്. ശ്യാം, ഈ വൈകിയ വേളയിലും അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രവിക്കാനായി നിരവധി പ്രവർത്തകരാണോ അൻവാർശേരിയിൽ എത്തിയിട്ടുള്ളത്? വിശദാംശങ്ങൾ എന്താണ്? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട കാര്യം, PDPയുടെ പ്രവർത്തകർക്ക് പുറമെ നാട്ടുകാർ, ഈ മേഖലയിലുള്ളതും അതുപോലെ തന്നെ ജില്ലയ്ക്ക് പുറത്തുള്ളവരുമായ നാട്ടുകാർ ഈ ഒരു പ്രഭാഷണം കേൾക്കുന്നതിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആയിരക്കണക്കിന് ആളുകളാണ് ഈ രാത്രിയിലും അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി അൻവാർശേരിയിൽ കാത്തുനിന്നത്. ഇവരെല്ലാം കണ്ടു സംസാരിച്ച ശേഷമാണ് അദ്ദേഹം പ്രാർത്ഥനാ യോഗത്തിനിടെ അദ്ദേഹം ഇവരെ എല്ലാവരെയും, അതായത് മാനസിക പിന്തുണ നൽകുന്ന മുഴുവൻ പേർക്കും നന്ദി അറിയിക്കുന്നതായി അബ്ദുൽ നാസർ മഅദനി പറഞ്ഞു. ഏതാണ്ട് അരമണിക്കൂറോളം അദ്ദേഹം പ്രാർത്ഥനാ യോഗത്തിൽ ഇവിടെ പങ്കെടുത്തു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുക്കിയിരിക്കുന്ന പ്രത്യേക മുറിയിലേക്ക് പോയിരിക്കുകയാണ്. ഇവിടെ നിന്നും 8-ാം തീയതി അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം തലശ്ശേരിയിലേക്ക് പോകും. തുടർന്ന് അന്ന് തന്നെ 9-ാം തീയതി തന്നെ അദ്ദേഹം തിരിച്ച് അൻവാർശേരിയിലേക്ക് എത്തുകയും ചെയ്യും. മാതാപിതാക്കളെ കണ്ട ശേഷമാണ് അദ്ദേഹം അൻവാർശേരിയിലേക്ക് വന്നത്. മനുഷ്യാവകാശ ലംഘനം, കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് തനിക്ക് നേരിടേണ്ടി വരുന്നത്. കേരളത്തിലെ ജനങ്ങൾ പിന്തുണ നൽകുമ്പോൾ ഭരണകൂടം തന്നെ വല്ലാണ്ട് വലിയ തോതിൽ ദ്രോഹിക്കുകയാണ്. അത് കേരളത്തിലെ സർക്കാരിന് അദ്ദേഹം നന്ദി പറയുമ്പോൾ കർണാടക സർക്കാർ അടക്കമുള്ള ഭരണകൂടങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടുകയാണ് എന്ന് തന്നെ അബ്ദുൽ നാസർ മഅദനി തുറന്നു പറഞ്ഞു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 25 വർഷങ്ങൾക്ക് മുമ്പ് ഓഗസ്റ്റ് 6-ാം തീയതിയാണ് അദ്ദേഹത്തിന് ഈ അൻവാർശേരിക്ക് മുന്നിൽ വെച്ച് അദ്ദേഹത്തിന് നേരെ ബോംബാക്രമണം ഉണ്ടാകുന്നത്. 25 വർഷങ്ങൾക്ക് ശേഷം ഇതേ ദിവസം തന്നെ അദ്ദേഹത്തിന് അൻവാർശേരിയിൽ ജനങ്ങളെ കാണുവാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇവിടെ കൂടിയ പ്രവർത്തകരെ കാണാൻ സാധിച്ചു. അവിടുത്തെ അന്തേവാസികളായ 200-ലധികം കുട്ടികൾക്കൊപ്പം അദ്ദേഹത്തിന് സംസാരിക്കാനും പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇതെല്ലാം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. നാളെ രാവിലെ അദ്ദേഹം ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ കഴിയുന്നത്. രാവിലെ അദ്ദേഹം മാതാപിതാക്കളെ കാണുന്നതിന് വേണ്ടി മൈനാഗപ്പള്ളിയിലെ വസതിയിലേക്ക് പോകും. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ രോഗശൈലിയിലാണ്. മകന്റെ തിരിച്ചുവരവിൽ എന്താണ് മാതാപിതാക്കൾ സന്തോഷം പങ്കുവച്ചത്? വിശദാംശങ്ങൾ. നിതിൻ, കേരള സർക്കാർ നൽകുന്ന പിന്തുണയിൽ അങ്ങേയറ്റം നന്ദി പറയുന്നുവെന്നാണ് മീഡിയ വണ്ണ് വൈകിട്ട് അനുവദിച്ച അഭിമുഖത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവായ അബ്ദുൽ സമദ് മാസ്റ്റർ പറഞ്ഞത്. അതേ കാര്യം തന്നെ അദ്ദേഹം ഇപ്പോൾ മഅദനി വന്ന ശേഷം മകൻ്റെ മുന്നിൽ വെച്ചും മാധ്യമങ്ങളോട് ഇതേ കാര്യം തന്നെ പറഞ്ഞു. കേരള സർക്കാർ വലിയ പിന്തുണ നൽകുന്നുണ്ട്. മാത്രമല്ല ധനസഹായം കേരളത്തിലേക്ക് എത്തുന്നതിനും കേരളത്തിൽ അദ്ദേഹത്തിന് തങ്ങുന്നതിനും വേണ്ടിയുള്ള സൗകര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റുള്ളവരും പിന്തുണ നൽകിയിരുന്നു. അതേസമയം കർണാടകത്തിൽ നിന്നുണ്ടാകുന്നത് അതീവ നീതി നിഷേധമാണ്, മനുഷ്യാവകാശങ്ങളുടെ കടുത്ത ലംഘനമാണ്. മുൻപും ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അബ്ദുൽ നാസർ മഅദനി ഇവിടെ നിന്നും ബാംഗ്ലൂരിലേക്ക് പോയ ശേഷം ഏതാണ്ട് 3 തവണയാണ് കേരളത്തിലേക്ക് അദ്ദേഹത്തിന് വരാൻ സാധിച്ചത്. ആദ്യ തവണ വലിയ തോതിലുള്ള എതിർപ്പുകൾ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീടുള്ള ഓരോ തവണയും കർണാടക സർക്കാർ ഈ ഒരു ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് നൽകുന്നതിനെ ശക്തമായി തന്നെ എതിർക്കുകയായിരുന്നു. ഇത് ഏതാണ്ട് ഭരണകൂടങ്ങൾ തീരുമാനം ഉറപ്പിച്ചുകൊണ്ട് തൻ്റെ മകനെ വേട്ടയാടുകയാണ്, തന്നിൽ നിന്നും അകറ്റി നിർത്തുകയാണ്. ഏതൊരു പിതാവും ആഗ്രഹിക്കുന്നത് പോലെ മകൻ അടുത്തു വേണം, അവസാന നാളുകളിൽ മകൻ അടുത്തു വേണമെന്നൊരു ആഗ്രഹമാണ് തനിക്കുള്ളത്. അതിന് ഭരണകൂടങ്ങൾ അനുവദിക്കണമെന്നൊരു അപേക്ഷയാണ് തനിക്കുള്ളതെന്നും അബ്ദുൽ നാസർ മഅദനിയുടെ പിതാവ് സമദ് മാസ്റ്റർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു.
ശ്യാം 14 ദിവസത്തേക്കാണ് അദ്ദേഹത്തിന് ഇളവ് ലഭിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ യാത്ര സജ്ജീകരിച്ചിരിക്കുന്നത്? എന്നാണ് മകന്റെ വിവാഹം? നിതിൻ, ഓഗസ്റ്റ് 9-ാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹം നടക്കുക. ഓഗസ്റ്റ് 8-ാം തീയതി രാത്രി അൻവാർശേരിയിൽ നിന്നും അദ്ദേഹം തലശ്ശേരിയിലേക്ക് പോകും. തുടർന്ന് 9-ാം തീയതി അദ്ദേഹം രാത്രിയോടുകൂടി അൻവാർശേരിയിലേക്ക് തന്നെ തിരിച്ചെത്തും. 11-ാം തീയതി വിവാഹ സൽക്കാര ചടങ്ങ് കൊല്ലത്ത് വെച്ചാണ് സംഘടിപ്പിക്കുന്നത്. കൊല്ലം ടൗൺ ഹാളിൽ വെച്ചാണ് ഈ ഒരു സൽക്കാര ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ എത്തുമെന്ന ഒരു വിവരമാണ് PDP നേതാക്കളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ നിരവധി പേർ ഈ ഒരു വിവാഹ സൽക്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തും എന്നൊരു വിവരവും PDP നേതാക്കളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം കഴിയുക അൻവാർശേരിയിൽ തന്നെയായിരിക്കും. പ്രത്യേകിച്ച് മുൻപും, അതായത് 3 തവണ ബാംഗ്ലൂരിൽ നിന്നും അദ്ദേഹം 3 തവണയാണ് കേരളത്തിലേക്ക് വന്നിട്ടുള്ളത്. ഈ 3 തവണയും അദ്ദേഹം എല്ലാ ദിവസവും അൻവാർശേരിയിൽ തന്നെയായിരുന്നു അദ്ദേഹം കഴിഞ്ഞത്. ഇപ്പോൾ വന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ കൊച്ചിയിൽ വസതിയുണ്ട്, അവിടെ ഭാര്യയുണ്ട്, അദ്ദേഹത്തിൻ്റെ മക്കളുണ്ട്. അവരെ ഒന്നും കാണുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം നേരെ അൻവാർശേരിയിലേക്ക് വരികയായിരുന്നു. അൻവാർശേരിയിലെ കുട്ടികൾക്കൊപ്പമാണ് അദ്ദേഹം കഴിയുക. അൻവാർശേരിയിലെ കുട്ടികൾ തന്നെയാണ് അദ്ദേഹത്തെ ഇനിയുള്ള ദിവസങ്ങൾ പരിചരിക്കുന്നതും ഈ അൻവാർശേരിയിലെ കുട്ടികൾ തന്നെയായിരിക്കും. ഏതാണ്ട് 200-ലധികം കുട്ടികളെയാണ് അദ്ദേഹം ഇവിടെ സംരക്ഷിച്ചു പോകുന്നത്. ഇതൊരു മതപാഠശാലയാണ് അൻവാർശേരിയിൽ എന്നത്. അബ്ദുൽ നാസർ മാദനി തന്നെയാണ് ഈ ഒരു മതപാഠശാല സ്ഥാപിച്ചത്. അദ്ദേഹം ഇവിടെ വർഷങ്ങളായി നിരവധി വിദ്യാർത്ഥികളെ, പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ അദ്ദേഹം സംരക്ഷിച്ചു പോരുന്നുണ്ട്. ഈ കുട്ടികൾ തന്നെയാണ് അദ്ദേഹത്തെ പരിചരിക്കുന്നതും. ഇനിയുള്ള ദിവസം അദ്ദേഹത്തെ സംരക്ഷണ ചുമതലയും എല്ലാം തന്നെ ഈ കുട്ടികൾക്കായിരിക്കും. കർണാടക പോലീസും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്, അൻവാർശേരിയിലേക്ക് എത്തിയിട്ടുണ്ട്. മാദനിയുടെ സുരക്ഷാ ക്രമീകരണം മറ്റു കാര്യങ്ങൾക്കുമെല്ലാം ശ്രദ്ധിക്കുന്നതിനുണ്ട് കർണാടക പോലീസ് എത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ കേരള പോലീസിൻ്റെ ഒരു വലിയ വിന്യാസം തന്നെ അൻവാർശേരിയിലും അതുപോലെ തന്നെ മൈനാഗപ്പള്ളിയിലും ഒരുക്കിയിട്ടുണ്ട്. വലിയ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കർണാടക പോലീസ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. മാദനിയുടെ ജാമ്യാപേക്ഷ നിഷേധിക്കുമ്പോഴും കർണാടക ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു പോലീസ് സന്നാഹം കർണാടക പോലീസിൻ്റെ ഭാഗത്തു നിന്നും വിന്യാസം കർണാടക പോലീസ് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള പോലീസും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ നാളെ രാവിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, നാളെ രാവിലെ അദ്ദേഹം മാതാപിതാക്കളെ കാണുന്നതിന് വേണ്ടി വസതിയിലേക്ക് പോകും. വൈകിട്ടും അതുപോലെ തന്നെ അദ്ദേഹം മാതാപിതാക്കൾ കഴിയുന്ന വസതിയിലേക്ക് പോകും. അദ്ദേഹം മുൻപ് കേരളത്തിലേക്ക് വന്നപ്പോഴെല്ലാം തന്നെ അൻവാർശേരിയിൽ കഴിയുകയും തുടർന്ന് മാതാപിതാക്കളെ കാണുന്നതിന് രാവിലെയും വൈകിട്ടും ആ വസതിയിലേക്ക് പോവുകയാണ് അദ്ദേഹത്തിൻ്റെ പതിവ്. ഈ സമയത്തെല്ലാം തന്നെ മറ്റുള്ള സമയങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തെ കാണാൻ വരുന്നവരെ സംസാരിക്കാൻ തയ്യാറാകാറുണ്ട്. കഴിഞ്ഞ തവണ വന്നപ്പോൾ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ നിരവധി പേർ അദ്ദേഹത്തെ കാണുവാൻ എത്തിയിരുന്നു. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധി PDP പ്രവർത്തകർക്ക് പുറമെ മറ്റ് രാഷ്ട്രീയ കക്ഷികളിലുള്ള പ്രവർത്തകരും ആളുകളും എല്ലാം തന്നെ എത്തിയിരുന്നു. ഇത്തവണ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കടുത്ത അദ്ദേഹത്തിൻ്റെ കേരളത്തിലേക്ക് വരുന്നതിന് വലിയ തോതിലുള്ള ഒരു അനിശ്ചിതത്വം നിലനിന്നിരുന്നു. ഏതാണ്ട് 3 ദിവസത്തോളം ആ കാര്യം അനിശ്ചിതത്വങ്ങളെല്ലാം നീക്കി അബ്ദുൽ നാസർ മാദനി കേരളത്തിലെത്തിയിരിക്കുന്നു. അൻവാർശേരിയിലെ വസതിയിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. ശ്യാമാർ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത് അൻവാർശേരിയിൽ നിന്ന്. മറ്റു വാർത്തകൾ നോക്കാം. ഖത്തറിനെതിരായ അയൽ രാജ്യങ്ങളുടെ സംഘടിത ബഹിഷ്കരണത്തിനെതിരെ US ഖത്തർ വ്യവസായ കൗൺസിൽ രംഗത്ത്. ഖത്തറുമായും ഖത്തറി ഉടമസ്ഥതയിലുള്ള വ്യവസായ സ്ഥാപനങ്ങളുമായുള്ള ഇടപാടുകൾ മരവിപ്പിക്കാൻ അമേരിക്കൻ കമ്പനികൾക്ക് മേൽ സമ്മർദ്ദമുള്ളതായി കൗൺസിൽ വ്യക്തമാക്കി. ഖത്തറിനെതിരായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സെക്കൻഡറി ബോയ്ക്കോട്ട് ഗുരുതരമായ സിവിൽ ക്രിമിനൽ പിഴ ചുമത്താൻ വഴി തെളിയിക്കുമെന്ന് US ഖത്തർ വ്യവസായ സമിതി മുന്നറിയിപ്പ് നൽകി. അന്താരാഷ്ട്ര വാണിജ്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു രാജ്യത്ത് പ്രവർത്തിക്കുന്ന കമ്പനി മറ്റൊരു രാജ്യത്ത് നടത്തുന്ന ഇടപാടുകൾ അവസാനിപ്പിക്കാനായി വിദേശ സർക്കാർ രാഷ്ട്രീയ സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തുന്നതിനെയാണ് സെക്കൻഡറി ബോയ്ക്കോട്ട് എന്ന് പറയുന്നത്. സൗദി സഖ്യരാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്പനികളോട് അവരുടെ ഖത്തറിലെയും ഖത്തറി ഉടമസ്ഥതയിലുള്ളതുമായ കമ്പനികളുമായുള്ള വ്യാപാര ഇടപാടുകൾ നിർത്താൻ സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് സമിതിയുടെ പ്രതികരണം. ഖത്തറിന് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധം US ബഹിഷ്കരണ വിരുദ്ധ നിയമത്തിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടുന്നു. സംഘടിത ബഹിഷ്കരണം US നിയമത്തിന് എതിരാണ്. സ്വകാര്യ മേഖലയിലെ സമിതിയാണ് US ഖത്തർ വ്യവസായ സമിതി. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ. ഒമാനിലെ വിദേശി തൊഴിലാളികളുടെ എണ്ണം 1 ദശാബ്ദത്തിനിടെ 3 ഇരട്ടിയായി വർദ്ധിച്ചുവെന്ന് കണക്കുകൾ. ദേശീയ സ്ഥിതിവിവര മന്ത്രാലയം 2017 പുറത്തിറക്കിയ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹാൻഡ് ബുക്കിലാണ് ഈ സ്ഥിതിവിവര കണക്കുകൾ ഉള്ളത്. കഴിഞ്ഞ വർഷം അവസാനത്തെ കണക്കുപ്രകാരം 18,25,603 വിദേശി തൊഴിലാളികളാണ് രാജ്യത്തുള്ളത്. ഒമാനിൽ ജോലി ചെയ്യുന്ന ഭൂരിപക്ഷം വിദേശികളും പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം ഉള്ളവരാണ്. അതേസമയം തൊഴിലെടുക്കുന്ന ഒമാനികളിൽ കൂടുതൽ പേരും സെക്കൻഡറി തല യോഗ്യതയുള്ളവരാണ്. സർവകലാശാലാ ബിരുദങ്ങൾ, ഹയർ ഡിപ്ലോമ, PhD എന്നീ യോഗ്യതകളുള്ള വിദേശികളുടെ എണ്ണം സമാന യോഗ്യതകളുള്ള സ്വദേശികളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണെന്നും കണക്കുകൾ പറയുന്നു. മൊത്തം വിദേശി സമൂഹത്തിന്റെ എണ്ണം 2011 8,20,000 ആയിരുന്നു. ഇത് കഴിഞ്ഞ വർഷം അവസാനത്തോടെ 1,98,600 ഉയർന്നു. സ്വകാര്യ മേഖലയിലും സർക്കാർ മേഖലയിലും വിദേശി തൊഴിലാളികളുടെ എണ്ണം വർദ്ധിക്കുകയാണെന്ന് റിപ്പോർട്ട് പറയുന്നു.
സ്വകാര്യ മേഖലയിൽ കൂടുതൽ പേരും നിർമ്മാണ മേഖലയിലാണ് ജോലിയെടുക്കുന്നത്. സർക്കാർ മേഖലയിലെ വിദേശ ജീവനക്കാരുടെ കൂടുതൽ സാന്നിധ്യം ആരോഗ്യ മന്ത്രാലയത്തിലാണ്. മസ്കറ്റ് ഗവർണറേറ്റിൽ വിദേശികളുടെ എണ്ണം സ്വദേശികളെക്കാൾ ഇരട്ടിയായി. മീഡിയ 1 മസ്കറ്റ്. സൗദി തൊഴിൽ മന്ത്രാലയം നടത്തിയ പരിശോധനയിൽ 54,000-ഓളം നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായി മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി. കഴിഞ്ഞ 10 മാസത്തിനുള്ളിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്രയും നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. മുഹറം മുതൽ ശവ്വാൽ വരെയുള്ള മാസങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് 53,898 നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. 1,41,827 പരിശോധനകളാണ് കഴിഞ്ഞ 10 മാസത്തിനുള്ളിൽ നടന്നത്. രാജ്യത്തിന്റെ 13 മേഖലകളിലും പുതിയ ഹിജറ വർഷം മുതൽ മന്ത്രാലയ പ്രതിനിധികൾ നടത്തിയ പരിശോധനയിലാണ് ഇത്രയും നിയമലംഘനങ്ങൾ കണ്ടെത്തിയതെന്ന് മന്ത്രാലയ വക്താവ് ഖാലിദ് അൽ ഖൈൽ പറഞ്ഞു. നിയമം ലംഘിച്ച സ്ഥാപനങ്ങൾക്ക് നിയമാനുസൃതമുള്ള പിഴയും ശിക്ഷയും വിധിച്ചതായും വക്താവ് കൂട്ടിച്ചേർത്തു. തൊഴിൽ മേഖല നിയമാനുസൃതമാക്കുക എന്നത് മന്ത്രാലയത്തിന്റെ ലക്ഷ്യമാണ്. അതിനാൽ രാജ്യത്തെ തൊഴിൽ സ്ഥാപനങ്ങൾ നിയമങ്ങൾ കണിശമായി പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതുവരെ തൊഴിൽ പരിശോധന തുടരും. നിയമലംഘനം കണ്ടെത്തുന്നവർ മന്ത്രാലയത്തിന്റെ 199111 എന്ന ഏകീകൃത നമ്പറിലോ ഓൺലൈൻ വഴിയോ അറിയിക്കണമെന്നും വക്താവ് ആവശ്യപ്പെട്ടു. തൊഴിൽ മന്ത്രാലയത്തിന് പുറമെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളും മന്ത്രാലയങ്ങളും തൊഴിൽ പരിശോധനയിൽ സഹകരിച്ചിട്ടുണ്ട്. സുരക്ഷിതവും നിയമപരവുമായ തൊഴിൽ പരിസരം എന്ന ലക്ഷ്യത്തിലേക്കുള്ള നീക്കത്തിന്റെ ഭാഗമാണ് പരിശോധനയെന്നും മന്ത്രാലയ വക്താവ് പറഞ്ഞു. അസ്ഹർ പുള്ളിയിൽ, മീഡിയ 1 റിയാദ്. ഖത്തറിൽ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനകളെ തുടർന്ന് നിയമലംഘനം നടത്തിയ 3 സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കി. പരിശോധനയിൽ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായി വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. കൂടാതെ ബില്ലുകളിൽ അറബി ഭാഷ പ്രദർശിപ്പിക്കാതിരിക്കൽ, പ്രത്യേക വിലക്കുറവ് പ്രഖ്യാപിച്ച സ്ഥാപനങ്ങൾ മുൻകൂർ അനുമതി വാങ്ങാതിരിക്കൽ തുടങ്ങിയ നിയമലംഘനങ്ങളും കണ്ടെത്തിയതായും അധികൃതർ വ്യക്തമാക്കി. ഒമാനിൽ ഉയർന്ന ഗ്രേഡ് പെട്രോളിയമായ M95ന്റെ ഉൽപ്പാദനം കുറഞ്ഞതായി കണക്കുകൾ. വർഷത്തിന്റെ ആദ്യ മാസങ്ങളിലെ കണക്കുകൾ പ്രകാരം 14% ഇടിവാണ് ഉണ്ടായത്. മൊത്തം ഇന്ധന ഉൽപ്പാദനത്തിൽ 12% വർധനവ് രേഖപ്പെടുത്തിയതായും ഒമാൻ ഓയിൽ റിഫൈനറീസ് ആൻഡ് പെട്രോളിയം ഇൻഡസ്ട്രീസ് കമ്പനിയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു. സാധാരണ പെട്രോളായ M91ന്റെ ഉൽപ്പാദനത്തിലുണ്ടായ 51% വർധനവും M91ന്റെ വിൽപ്പനയിലാകെ 27% വർധനവും രേഖപ്പെടുത്തി. ഡീസൽ ഉൽപ്പാദനവും 13% വർദ്ധിച്ചപ്പോൾ ഡീസൽ വിപണിയിലാകട്ടെ 7% കുറവുണ്ടായി. വാണിജ്യ മേഖലയിലെ മാന്ദ്യമാണ് ഡീസൽ വിൽപ്പനയിലെ കുറവിന് കാരണമെന്നാണ് വിലയിരുത്തൽ. ഖത്തറിൽ നിന്നുള്ള തീർത്ഥാടകരെ സ്വാഗതം ചെയ്ത് മിനായിലെ തമ്പുകൾക്ക് മുന്നിൽ ബോർഡുകൾ സ്ഥാപിച്ചു. ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് സേവനമൊരുക്കുന്ന കമ്പനികളാണ് ഖത്തർ ഹാജിമാർക്കായുള്ള സൗകര്യങ്ങൾ നൽകുക. അതേസമയം ഖത്തർ ഹാജിമാരെ അയക്കുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. സൗത്ത് ഏഷ്യൻ മോസസ് കീഴിലെ 140 നമ്പർ ഓഫീസിന് കീഴിലാണ് ഖത്തർ ഹാജിമാരെ സ്വീകരിക്കുക. സമീർ മുഹമ്മദ് സയ്യിദ് ഹാഫിദ് എന്ന മുത്തവീഫിന് കീഴിലുള്ളതാണ് ഈ സർവീസ് സ്ഥാപനം. കിങ് അബ്ദുള്ള ബ്രിഡ്ജിന് സമീപം സൂഖുൽ അറബ് ജൗഹറ സ്ട്രീറ്റുകൾക്കിടയിൽ 35, 36 നമ്പർ തമ്പുകളാണ് ഇതിനായി സജ്ജമാക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ തമ്പുകൾക്ക് മുമ്പിൽ ഖത്തറിൽ നിന്നുള്ള ഹാജിമാരെ സ്വാഗതം ചെയ്തുള്ള ബോർഡ് സ്ഥാപിച്ചത്. 2400 ഹാജിമാർക്കുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കുന്നത്. പുതിയ എയർ കണ്ടീഷനുകൾ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള ജോലികൾ തമ്പുകളിൽ പുരോഗമിക്കുകയാണ്. ദിവസവും നിരവധി തൊഴിലാളികളാണ് ഇവിടെ ജോലിയെടുക്കുന്നത്. ഹജ്ജ് മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം ഇവിടെ സന്ദർശനം നടത്തി ഒരുക്കങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. അതേസമയം ഖത്തറിൽ നിന്നുള്ള തീർത്ഥാടകർ ഇത്തവണ ഹജ്ജിനെത്തുമോ എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. ഖത്തറുമായി സൗദി ഉൾപ്പെടെയുള്ള 4 അറബ് രാജ്യങ്ങൾ നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചിട്ട് 2 മാസം പിന്നിട്ടു. എന്നാൽ ഹജ്ജ് തീർത്ഥാടനത്തെ ഇത് ബാധിക്കില്ലെന്ന് സൗദി നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഖത്തർ എയർവേസിൻ്റേതല്ലാത്ത മറ്റേത് വിമാനത്തിലും ഖത്തറിൽ നിന്നുള്ള ഹാജിമാർക്ക് ജിദ്ദ, മദീന വിമാനത്താവളങ്ങളിലേക്ക് യാത്ര ചെയ്യാനും അനുവാദമുണ്ട്. എന്നാൽ ഹജ്ജ് രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഖത്തർ ഇസ്ലാമിക കാര്യ മന്ത്രാലയം അന്തിമ തീരുമാനത്തിലെത്തിയിട്ടില്ല. അതിനാൽ ഖത്തർ ഹാജിമാർ ഇത്തവണ പുണ്യഭൂമിയിലെത്തുന്ന കാര്യം സംശയമാണ്. മക്കയിൽ നിന്നും സാബിത് സലീമിനോടൊപ്പം റബി മുഹമ്മദ്, മീഡിയ 1. ബലിപെരുന്നാളിന് UAE 2 ലക്ഷത്തിലേറെ അറവ് മാടുകളെ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യും. രോഗം റിപ്പോർട്ട് ചെയ്തതിനാൽ പല രാജ്യങ്ങളിൽ നിന്നുമുള്ള മാടുകൾക്ക് രാജ്യത്ത് നിരോധനം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ നിന്നുള്ള കന്നുകാലികളെ ഇക്കുറി കൂടുതൽ ആശ്രയിക്കുന്നത്. ആടും മാടുമടക്കം 5 ലക്ഷം ബലിമൃഗങ്ങളെയാണ് പെരുന്നാൾ സീസണിൽ UAEക്ക് ആവശ്യമായി വരുന്നത്. രോഗം മൂലം സോമാലിയ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള കന്നുകാലികൾക്ക് രാജ്യത്ത് വിലക്ക് നിലനിൽക്കുന്നതിനാൽ പ്രതിസന്ധി ഒഴിവാക്കാൻ സാമ്പത്തികകാര്യ മന്ത്രാലയത്തിന്റെ ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം ഡയറക്ടർ ഡോക്ടർ ഹാഷിം അൽ നൊയ്മി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരുമായി ചർച്ച നടത്തിയിരുന്നു. 2 ലക്ഷം മൃഗങ്ങളെ ഇന്ത്യയിൽ നിന്നെത്തിച്ച് പ്രതിസന്ധി ഒഴിവാക്കാൻ കഴിയുമെന്ന് ഡോക്ടർ ഹാഷിം മീഡിയ 1നോട് പറഞ്ഞു. What I think it will be available in this season
it will be between 700 dirham until 2,500 dirham. മൺസൂൺ കാലമായതിനാൽ ഇന്ത്യയിൽ നിന്ന് കന്നുകാലികളെ കയറ്റി അയക്കുന്നതിന് നിയന്ത്രണം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ബലിപെരുന്നാളിന് മുന്നോടിയായി നിയന്ത്രണം അവസാനിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. ബാക്കി വേണ്ടിവരുന്ന കാലികൾക്ക് പ്രാദേശിക വിപണിയെ ആശ്രയിക്കാനാണ് മന്ത്രാലയത്തിന്റെ തീരുമാനം. ഫഹീം മുഹമ്മദിനൊപ്പം ഷിനു ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്. കുവൈത്തിലെ അബ്ദലി ചാരക്കേസ് പ്രതികൾക്കായുള്ള തെരച്ചിൽ തുടരുന്നു. വിവിധ സേനാ വിഭാഗങ്ങളുടെ സഹകരണത്തോടെ രാജ്യവ്യാപകമായി നടത്തിയ സുരക്ഷാ പരിശോധനയിൽ 128 പേരെ കസ്റ്റഡിയിലെടുത്തതായി ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. രാജ്യത്തേക്കുള്ള എല്ലാ അതിർത്തി പോയിന്റുകളിലും വിമാനത്താവളത്തിലും തുറമുഖങ്ങളിലും പഴുതടച്ച പരിശോധനയാണ് പോലീസ് നടത്തുന്നത്. കുറ്റവാളികൾ ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളും സംശയമുള്ള കേന്ദ്രങ്ങളും ശക്തമായ പോലീസ് നിരീക്ഷണത്തിലാണ്. സ്പെഷ്യൽ ഫോഴ്സ്, രാജ്യസുരക്ഷാ വിഭാഗം, ട്രാഫിക്, തീരസംരക്ഷണ വകുപ്പ് എന്നീ സേനാ വിഭാഗങ്ങൾ സംയുക്തമായാണ് റെയ്ഡ് നടത്തുന്നത്. ക്യാമ്പയിൻ ആരംഭിച്ചതു മുതൽ 128 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവരിൽ 28 പേർ കോടതി വിധിയുണ്ടായിട്ടും പിടികൊടുക്കാതിരുന്ന പ്രതികളാണ്. സിവിൽ കേസുകളിൽ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ് മറ്റുള്ളവർ. അതിനിടെ കുവൈത്തിനെതിരെ IS പോരാളികൾ ഭീഷണി മുഴക്കുന്ന തരത്തിലുള്ള വീഡിയോ കാസറ്റ് പോലീസിന് ലഭിച്ചതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. ഇമാം സാദിഖ് പള്ളിയിലെ ചാവേറാക്രമണ കേസിൽ ജയിലിൽ കഴിയുന്ന പ്രതികളെ വിട്ടയക്കണമെന്ന ആവശ്യമാണ് വീഡിയോയിലുള്ളത്. വീഡിയോ കാസറ്റ് കണ്ടെടുത്തതോടെ പോലീസ് കൂടുതൽ ജാഗ്രത കൈക്കൊണ്ടിട്ടുണ്ട്. കാസറ്റിന് പിന്നിൽ പ്രവർത്തിച്ചവരെയും റെക്കോർഡ് ചെയ്ത സ്ഥലവും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. മീഡിയ 1, കുവൈറ്റ് സിറ്റി. UAEയിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്കെതിരെ നടപടി കർശനമാക്കി. ഈ വർഷം ജൂലൈ വരെ 37,519 പേർക്കാണ് സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിന് ദുബായ് പോലീസ് പിഴ ചുമത്തിയത്. നേരത്തെ 200 ദിർഹമാണ് ഈ കുറ്റത്തിന് പിഴ ഈടാക്കിയിരുന്നത്. എന്നാൽ പുതിയ ട്രാഫിക് ചട്ടങ്ങൾ നിലവിൽ വന്നപ്പോൾ ഇത് 400 ദിർഹമാക്കി ഉയർത്തിയിട്ടുണ്ട്. ഒപ്പം 4 ബ്ലാക്ക് പോയിന്റും ഡ്രൈവറുടെ ലൈസൻസിൽ വീഴും. തൊഴിലുടമയുമായി നിയമപ്രശ്നത്തിൽ കുടുങ്ങി 4 വർഷമായി ജയിലിൽ കഴിയുന്ന മലപ്പുറം കാടാമ്പുഴ സ്വദേശി അയൂബിന്റെ മോചനത്തിന് വഴിതെളിഞ്ഞു. സ്പോൺസർ ആവശ്യപ്പെട്ട തുക ഒരു സൗദി പൗരൻ ഏറ്റെടുത്തതോടെയാണ് മോചനം യാഥാർത്ഥ്യമായിരിക്കുന്നത്. സ്പോൺസറുമായി കച്ചവടം നടത്തിയ സുഹൃത്ത് മുങ്ങിയതോടെയാണ് അയൂബ് ജയിലിലായത്. തിരുവനന്തപുരം സ്വദേശി അൻസാർ എന്നയാൾ നൽകിയ വിസയിലാണ് അയൂബ് ആദ്യമായി ദമാമിലെത്തുന്നത്. അൻസാറും സ്പോൺസറും നടത്തിയിരുന്ന കച്ചവടം നഷ്ടത്തിലായി. തുടർന്ന് അവർ തമ്മിലുണ്ടായ തർക്കമാണ് പിന്നീട് കേസിന് വഴിവെച്ചത്. ഇതിനിടയിൽ അൻസാർ നാടുകടന്നതോടെ സ്പോൺസർ അയൂബിനെതിരെ കേസ് നൽകുകയായിരുന്നു. ഈ കേസിലാണ് 4 വർഷങ്ങൾക്ക് മുൻപ് അയൂബ് ജയിലിലാവുന്നത്. അൻസാർ എന്ന് പറഞ്ഞ വ്യക്തി വേറെ കച്ചവടപരമായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ അയാൾ നാടുകടന്നതാണ്. അതിൻ്റെ പേരിൽ അയൂബിനെ ഇവർ മനഃപൂർവ്വം നിർബന്ധിച്ച് ഒപ്പിടിക്കുകയും ഇവരെ പോലീസിൽ ഏൽപ്പിക്കുകയും അതോടുകൂടി ഇതിന് അയ്യൂബിനെതിരായിട്ടുള്ള കേസ് വരെയായിരുന്നു. അയൂബിന്റെ മോചനത്തിന് 39,000 റിയാൽ നൽകണമെന്നാണ് സ്പോൺസർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ തുക നൽകാമെന്ന് ഒരു സൗദി പൗരൻ സമ്മതിച്ചു. ഇതോടെയാണ് അയൂബിന്റെ മോചനത്തിന്റെ വഴികൾ തുറന്നത്. ഏതാനും ദിവസങ്ങൾക്കകം അയൂബ് മോചിതനാവുമെന്നാണ് സാമൂഹ്യ പ്രവർത്തകർ പറയുന്നത്. തന്നെ കാണാൻ പറ്റാതെ 1 വർഷം മുൻപ് ഉമ്മ മരിച്ചത് അയൂബ് അടുത്തിടെയാണ് അറിഞ്ഞത്. മുഹമ്മദ് ഷെരീഫ്, മീഡിയ 1, ദമാം. പ്രവാസി വോട്ടവകാശം യാഥാർത്ഥ്യമോ എന്ന തലക്കെട്ടിൽ വൺ ഇന്ത്യ അസോസിയേഷൻ ഖത്തർ കേരള ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ ദോഹയിൽ ചർച്ച സംഘടിപ്പിക്കുന്നു. ആഗസ്റ്റ് 11 വെള്ളിയാഴ്ച വൈകിട്ട് 6:30 ICC മുംബൈ ഹാളിലായിരിക്കും പരിപാടി നടക്കുക. ഖത്തറിലെ വിവിധ പ്രവാസി സംഘടനകൾ, മാധ്യമ പ്രവർത്തകർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ബഹ്റൈനിൽ ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നവരാത്രി മഹോത്സവവും വിദ്യാരംഭവും വിപുലമായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 4 വർഷമായി നടത്തിവരുന്ന നവരാത്രി മഹോത്സവാഘോഷങ്ങളുടെ ഉദ്ഘാടനം സെപ്റ്റംബർ 21 നടക്കും. സെപ്റ്റംബർ 30 വിജയദശമി നാളിൽ പ്രശസ്ത മാന്ത്രികൻ പ്രൊഫസർ ഗോപിനാഥ് മുതുകാട് കുട്ടികൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകും. മഹാനവമി ദിനമായ സെപ്റ്റംബർ 29 മുതുകാട് കുട്ടികളുമായി സംവദിക്കുന്ന പ്രത്യേക പരിപാടി സംഘടിപ്പിക്കും. എല്ലാ ദിവസവും വൈകിട്ട് 7:30 മുതൽ വിശേഷാൽ പൂജയും പ്രാർത്ഥനയും ഉണ്ടാകും. വാർത്താസമ്മേളനത്തിൽ സൊസൈറ്റി ചെയർമാൻ ചന്ദ്രബോസ്, ജനറൽ സെക്രട്ടറി P. ശശിധരൻ, കൺവീനർ ജോസ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. 3.5 പതിറ്റാണ്ടിന്റെ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന സാമൂഹിക പ്രവർത്തകൻ അബ്ദുൾ അസീസ് കോഴിക്കോടിന് പ്രവാസി റീഹാബിലിറ്റേഷൻ സെന്റർ യാത്രയയപ്പ് നൽകി. റിയാദ് അൽമാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ഷിഹാബ് കൊട്ടുകാട് അധ്യക്ഷത വഹിച്ചു. NRK ജനറൽ കൺവീനർ ബാലചന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു. 1980-ൽ ദമാമിലെ സ്വകാര്യ കമ്പനിയിലാണ് അബ്ദുൾ അസീസ് പ്രവാസ ജീവിതം ആരംഭിക്കുന്നത്. 91 മുതൽ റിയാദിൽ സ്വകാര്യ കമ്പനിയിലേക്ക് ജോലി മാറി. നിലവിൽ
OICC നാഷണൽ കമ്മിറ്റി ആക്ടിംഗ് പ്രസിഡന്റാണ്. ഫാറൂഖ് കോളേജ് അലുമിനി, ഫ്രണ്ട്സ് ക്രിയേഷൻ, ഇന്ദിരാജി ഭവന പദ്ധതി തുടങ്ങിയ കമ്മിറ്റികളുടെ ഭാരവാഹിയുമാണ്. PRD പ്രസിഡന്റ് ജെറോം മാത്യു മെമന്റോ കൈമാറി. ഷംനാഥ് കരുനാഗപ്പള്ളി, ജലാൽ മൈനാഗപ്പള്ളി, ജലീൽ ആലപ്പുഴ എന്നിവർ സംസാരിച്ചു. ഖത്തറിൽ നിന്ന് പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന നാടക പ്രവർത്തകനും സംവിധായകനുമായ ഗണേഷ് ബാബു മയിലിന് അഭിനയ സംസ്കൃതി യാത്രയയപ്പ് നൽകി. സംസ്കൃതി പ്രസിഡന്റ് AK ജലീൽ, രക്ഷാധികാരി EM സുധീർ എന്നിവർ ചേർന്ന് ഉപഹാരം കൈമാറി. യാത്രയയപ്പിനോടനുബന്ധിച്ച് സൂ സ്റ്റോറി, പിക്കാനോ മടി എന്നീ രംഗാവിഷ്കാരങ്ങളും അരങ്ങേറി. ചടങ്ങിൽ കാട്ടുമുല്ലകൾ എന്ന റേഡിയോ നാടകത്തിലെ അഭിനേതാക്കളെയും സംസ്കൃതി ആദരിച്ചു. സലാലയിലെ അൽ ഫിത്ര ഇസ്ലാമിക് പ്രീ സ്കൂൾ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. സ്കൂൾ ഹാളിൽ നടന്ന പരിപാടി ഇന്ത്യൻ സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി അംഗം ഡോക്ടർ അബൂബക്കർ സിദ്ദീഖ് ഉദ്ഘാടനം നിർവഹിച്ചു. സംശുദ്ധ വിദ്യാഭ്യാസം സമൂഹത്തിന് നൽകുന്നതിൽ അൽ ഫിത്ര വഹിക്കുന്ന പങ്ക് വലുതാണെന്ന് അദ്ദേഹം പറഞ്ഞു. മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ K മുഹമ്മദ് സാദിഖ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പ്രിൻസിപ്പൽ ഷജീൽ ബിൻ ഫസൻ, റിസ ഹുസ്നി എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ ഗാനാലാപനവും മധുര വിതരണവും നടന്നു. 9 വർഷമായി നാട്ടിൽ പോകാൻ കഴിയാതെ തൃശൂർ സ്വദേശി ആന്റണി ഇഗ്നേഷ്യസിന് നാട്ടിൽ പോകാനുള്ള ടിക്കറ്റ് ബഹ്റൈൻ ലാൽ കെയർ നൽകി. പ്രതിമാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ടിക്കറ്റ് നൽകിയത്. പ്രസിഡന്റ് ജഗത് കൃഷ്ണകുമാർ, സെക്രട്ടറി FM ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു.